അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു ഉഴുന്നുവട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പലരും പറയാറുണ്ട് ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ തീരെ ക്രിസ്പി ആവാറില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ഒരളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി അരച്ചെടുക്കണം. ഈ ഒരു കട്ടിയിലാണ് നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊരു 24 hours ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ആണ് ഉഴുന്നുവടക്ക് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ചെറിയൊരു പുളിപ്പൊക്കെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കാം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഉഴുന്നുമാവ് ഒരു 2 മണിക്കൂർ മുൻപ് എടുത്ത് പുറത്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉഴുന്നുവട നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ആകരുത്. ഒരു 2 ഗ്ലാസ് ഉഴുന്നിന് ഒരു 1/4 ഗ്ലാസ് എന്ന അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക് ഒരു 8-10 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതെല്ലാം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഉഴുന്നുവടക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ തലേദിവസം അരച്ച് വെച്ചത് കാരണം ഇനി അധിക സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മാവ് കുറച്ച് ലൂസായി അരച്ചെടുത്തത് കാരണം വട ഉണ്ടാക്കുമ്പോൾ ഷേപ്പാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ വട പൊരിച്ചെടുക്കാം. ആദ്യം ഇതുപോലെ കയ്യിൽ വെള്ളം തടവിയതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഹോളാക്കിയെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലെ വെള്ളം എണ്ണയിലേക്ക് ആവാതെ സൂക്ഷിക്കണം. എല്ലാ വടയും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ പുറമേ നല്ല ക്രിസ്പിയും എന്നാലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല റെസിപ്പികളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.